ചാനൽ ഹാരീസ് ബ്രേക്ക് ത്രൂ. 5ാം ക്ലാസിന്റെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് പഠന മികവ് രേഖ എന്ന പുസ്തകത്തിലെ മാത്തമാറ്റിക്സിലെ ആദ്യത്തെ 16 ചോദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ 4 ഭാഗങ്ങളിലായി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിലെല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർക്ക് കാണാവുന്നതാണ്. ഇന്ന് 5ാമത്തെ ഭാഗമാണ്. സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന യൂണിറ്റിലെ ചോദ്യങ്ങളാണ്. ആക്ടിവിറ്റി കാർഡ് 17. ലെറ്റ്സ് ഡ്രോ എ ഡോൾ. പാവ വരയ്ക്കാം. കളർ ദി ഡോൾ. പാവയ്ക്ക് നിറം നൽകൂ. ഒരു പാവയുടെ ചിത്രം തന്നിട്ടുണ്ട്. വൃത്തങ്ങൾ ഉപയോഗിച്ച് വരച്ച ഒരു പാവയാണ്. ഇതിന് നിറം കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുക്കാം. ഞാൻ കൊടുത്ത നിറങ്ങൾ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള നിറങ്ങൾ ഇതിന് കൊടുക്കാം. ഇഷ്ടമുള്ള ആരത്തിൽ വൃത്തങ്ങൾ വരച്ച് മുകളിലേതുപോലുള്ള ഒരു പാവക്കുട്ടിയെ നിർമ്മിച്ച് നിറം കൊടുക്കും. Draw circles of any radius and make a doll. Don't forget to color it. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വൃത്തങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു പാവക്കുട്ടിയെ വരയ്ക്കണം. എന്നിട്ട് അതിന് നിറവും കൊടുക്കണം. ഞാൻ വരച്ച പാവക്കുട്ടിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇതിനെ മാറ്റി വരയ്ക്കാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൃത്തങ്ങൾ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ആക്ടിവിറ്റി കാർഡ് 18. ഡോർ പിക്ചർ. വാതിൽ ചിത്രം. It was decided to design the front of Amina's house. The picture given below is the model of the front door. Draw maximum number of circles on the door with diameter 4 cm. Make sure that the circle do not cross each other. ആമിനയുടെ വീടിന്റെ മുൻവശത്തെ വാതിലിന് ചിത്രപ്പണി ചെയ്യുവാൻ തീരുമാനിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന അളവിലുള്ള വാതിലിന്റെ മാതൃകയിൽ 4 സെന്റിമീറ്റർ വ്യാസമുള്ള പരമാവധി വൃത്തങ്ങൾ വരയ്ക്കുക. ഒന്ന് മറ്റൊന്നിനെ മുറിച്ചു കടക്കാതെ വേണം വരയ്ക്കേണ്ടത്. താഴെ ഈ ചോദ്യത്തിന്റെ താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഞാൻ അടുത്ത സ്ലൈഡിൽ അത് കാണിക്കാം. അതിൽ ഒരു ചതുരം തന്നിട്ടുണ്ട്. അതിന്റെ ഒരു വശം 12 സെന്റിമീറ്ററും മറ്റേ വശം 8 സെന്റിമീറ്ററുമാണ്. അങ്ങനെയെങ്കിൽ 4 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര വൃത്തങ്ങൾ വരയ്ക്കാൻ സാധിക്കും? നമ്മൾ പഠിച്ചത് വെച്ച് നമുക്ക് ഏകദേശം നോക്കിയാൽ 6 വൃത്തങ്ങളായിരിക്കും വരയ്ക്കാൻ സാധിക്കുക. നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് വരച്ചു നോക്കാം. അപ്പോൾ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? ആരം എത്രയായിരിക്കും? വ്യാസം 4 സെന്റിമീറ്റർ ആണ്. ഡയാമീറ്റർ ഈസ് 4 സെന്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? ഡയാമീറ്ററിന്റെ പകുതിയായിരിക്കും അല്ലേ? റേഡിയസ് 2 സെന്റിമീറ്റർ. ഇതായിരുന്നു ആ ചതുരം. അതിന്റെ ഉയരം 12 സെന്റിമീറ്റർ, അല്ലെങ്കിൽ ആ വാതിലിന്റെ മാതൃകയാണല്ലോ, അതിന്റെ ഉയരം 12 സെന്റിമീറ്ററും വീതി 8 സെന്റിമീറ്ററുമാണ്. മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് വൃത്തങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. 4 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം വരച്ചു. അതായത് 2 സെന്റിമീറ്റർ ആരം കോമ്പസിലെടുത്ത് ഇതിന്റെ ഈ 2 അറ്റങ്ങളും ചതുരത്തിൽ തൊടുന്ന രീതിയിൽ വൃത്തത്തിന്റെ കർവ്ഡ് പോർഷൻസ്, 2 പോർഷൻസ് ഈ ചതുരത്തിന്റെ വശങ്ങളിൽ തൊടുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര എണ്ണം വരയ്ക്കാൻ സാധിക്കുമെന്ന് കണ്ടുപിടിക്കാം. ഒരു വൃത്തം വരച്ചു. അടുത്ത വൃത്തം ഈ വൃത്തത്തിന്റെ അടിഭാഗവും ചതുരത്തിന്റെ ഇടതുവശവും തൊടുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അതേ ആരത്തിൽ 2 സെന്റിമീറ്റർ ആരം, അതായത് 4 സെന്റിമീറ്റർ വ്യാസം. മൂന്നാമതും അതേപോലെ ഒരു വൃത്തം വരച്ചു. ഇനി ഈ സൈഡിൽ വരയ്ക്കാം. ഇവിടെയും വൃത്തം വരച്ചു. ഇങ്ങനെ 3 വൃത്തങ്ങൾ കൂടി ഈ വശത്ത് വരയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആകെ എത്ര വൃത്തങ്ങൾ ലഭിച്ചു? 6 വൃത്തങ്ങൾ ലഭിച്ചു അല്ലേ? അപ്പോൾ അതായത് ഈ 12 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൽ 4 സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്തങ്ങൾ വരയ്ക്കാം. ഇനി ഈ ഡോറിനെ ഇതേ രീതിയിൽ വേണം ഡിസൈൻ കൊടുക്കാൻ. ഇങ്ങനെ ക്രോസ് ആയി വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ കൊടുത്ത് ഡോറിനെ ഭംഗിയാക്കാം. കണ്ടല്ലോ? അപ്പോൾ നമ്പർ ഓഫ് സർക്കിൾസ് എത്രയാണ്? 6. ഓക്കെ അല്ലേ? ആക്ടിവിറ്റി കാർഡ് 19. ലെറ്റ്സ് ഫൈൻഡ് ദി സെന്റർ. കേന്ദ്രം കണ്ടെത്താം. See the circle Adira drew using her bangle. Mark the center of the circle using the set square. Find its diameter and radius.
ആതിര വള ഉപയോഗിച്ച് വരച്ച വൃത്തം നോക്കൂ. വൃത്തത്തിന്റെ കേന്ദ്രം അടയാളപ്പെടുത്തുക. മട്ടം ഉപയോഗിക്കുക. വ്യാസവും ആരവും കണ്ടെത്തുക. മട്ടം ഉപയോഗിച്ച് ഈ വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്തണം. എങ്ങനെ വെക്കാം? സെറ്റ് സ്ക്വയറിനെ ഈ രീതിയിൽ വേണം വെക്കാൻ. അതായത് സെറ്റ് സ്ക്വയറിന്റെ 90 ഡിഗ്രി കോർണർ ഈ വൃത്തത്തിൽ തൊടുന്ന രീതിയിൽ വേണം വെക്കാൻ. കണ്ടോ? ഈ സെറ്റ് സ്ക്വയറിന്റെ 90 ഡിഗ്രി കോർണർ വൃത്തത്തെ തൊടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി എന്ത് വേണം? ഈ സെറ്റ് സ്ക്വയറിന്റെ വശങ്ങൾ വൃത്തത്തെ തൊടുന്ന പോയിന്റിൽ നിന്ന് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കണം. അതായത് ഈ വശത്ത് സെറ്റ് സ്ക്വയറിന്റെ വശം വൃത്തത്തെ ഈ പോയിന്റിലാണ് തൊടുന്നത്. ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കണം. കണ്ടല്ലോ? ഇനി ഇതുപോലെ വരകൾ വരച്ചു നോക്കാം. പലതരത്തിൽ സെറ്റ് സ്ക്വയറിനെ വെച്ച് വരകൾ വരയ്ക്കാം. നോക്കൂ, ഇപ്പോൾ ഒരു വര കിട്ടി. ഇനി സെറ്റ് സ്ക്വയറിനെ ഈ രീതിയിൽ വെക്കാം. കണ്ടോ? 90 ഡിഗ്രി കോർണർ വൃത്തത്തെ തൊടുന്ന രീതിയിൽ വെച്ചിരിക്കുന്നു. ഇനി ഈ വശങ്ങൾ വൃത്തത്തെ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ ഒരു വര വരയ്ക്കാം. നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. കണ്ടല്ലോ? ഇനിയും സെറ്റ് സ്ക്വയറിനെ മറ്റൊരു തരത്തിൽ വെക്കാം. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇതിന്റെ 90 ഡിഗ്രി കോർണർ വൃത്തത്തെ തൊടുന്ന രീതിയിൽ വേണം വെക്കാൻ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഒരു വര വരയ്ക്കാം. കണ്ടല്ലോ? ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വരകൾ വരയ്ക്കാം. ഇതുപോലെ ഇനിയും വരകൾ വരയ്ക്കാം. പക്ഷെ എത്ര വരകൾ വരച്ചാലും ഈ വരകളെല്ലാം ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു. കണ്ടല്ലോ? ഈ 3 വരകളും ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഈ പോയിന്റ് ആണ് വൃത്തത്തിന്റെ കേന്ദ്രം. ഇങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വൃത്തത്തിന്റെ സെന്റർ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനിയും വരകൾ വരയ്ക്കാം, പക്ഷെ എല്ലാം ഈ സെന്ററിലൂടെ കടന്നു പോകും. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡയാമീറ്റർ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഞാൻ ഈ കാണിച്ചതുപോലെ നിങ്ങളുടെ പഠന മികവ് രേഖ എന്ന പുസ്തകത്തിൽ സെറ്റ് സ്ക്വയർ വെച്ച് വരകൾ വരച്ചു നോക്കുക. എന്നിട്ട് കേന്ദ്രം കണ്ടെത്തണം. പിന്നെ ഈ വരയുടെ മുഴുവൻ നീളം അളന്ന് നോക്കിയാൽ, ഈ ഒരു വരയുടെ നീളം അളന്ന് നോക്കിയാൽ നമുക്ക് ഡയാമീറ്റർ കിട്ടും. ഇനിയോ ഈ ഒരു വരയുടെ അറ്റത്ത് നിന്ന് കേന്ദ്രം വരെയുള്ള അളവ് നോക്കിയാൽ റേഡിയസും കിട്ടും. മനസ്സിലായല്ലോ? Draw a circle using a bangle, lid, etc. and find its center. വട്ടത്തിലുള്ള ഏതെങ്കിലും വസ്തു ഉപയോഗിച്ച് വട്ടം വരച്ച് കേന്ദ്രം കണ്ടെത്തും. ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കണം. നിങ്ങളുടെ വളയോ അല്ലെങ്കിൽ പാത്രങ്ങളുടെ അടപ്പുകളോ ഏതെങ്കിലും എടുത്ത് ഒരു വൃത്തം വരയ്ക്കുക. ഇനി എന്ത് വേണം? സെറ്റ് സ്ക്വയർ വെക്കണം. സെറ്റ് സ്ക്വയറിന്റെ 90 ഡിഗ്രി കോർണർ വൃത്തത്തെ തൊടുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിൽ ഒരു വര വരയ്ക്കുന്നു. കണ്ടല്ലോ? ഇനി സെറ്റ് സ്ക്വയർ തിരിച്ചു വെക്കുന്നു, മറ്റൊരു വര വരയ്ക്കുന്നു. പിന്നെയും സെറ്റ് സ്ക്വയർ വെക്കുന്നു, മറ്റൊരു വര വരയ്ക്കുന്നു. നോക്കൂ, എല്ലാ വരകളും ഇതിന്റെ കേന്ദ്രത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ഇതാണ് ഈ വൃത്തത്തിന്റെ കേന്ദ്രം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ ഞാൻ എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.